നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 1-2 ദിവസമായി നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് പാസ്പോർട്ട് പൗരത്വ രേഖയല്ല, അത് വെറും യാത്രാരേഖ മാത്രമാണ്. അതുപോലെ തന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഇത് പൗരത്വ രേഖയല്ല എന്നുള്ളത്. അതിനുദാഹരണമാണ് നമ്മുടെ ആധാർ കാർഡ്. അതിൽ ഇപ്പോൾ പ്രത്യേകം തന്നെ എഴുതിയിട്ടുണ്ട് ആധാർ കാർഡ് പൗരത്വ രേഖയല്ല എന്നുള്ളത്. എന്നാൽ നമ്മുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ എന്തെല്ലാമാണ്? നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് പൗരത്വം തെളിയിക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം രേഖകളായിരിക്കും നമ്മൾ ഹാജരാക്കേണ്ടി വരിക? അതുപോലെ തന്നെ നമ്മൾ ഹാജരാക്കുന്ന രേഖയിലെ നമ്മുടെ പേര് വ്യത്യാസങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസങ്ങൾ, സർനെയിം വ്യത്യാസങ്ങളെല്ലാം എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം? ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ നമ്മുടെ മരണം വരെയുള്ള നമ്മുടെ ജീവിത കാലയളവിൽ എങ്ങനെയെല്ലാം രേഖകൾ റെഡിയാക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളമുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, നമ്മുടെ പാസ്പോർട്ട് ഇത്രയും കാലം നമ്മൾ ഉപയോഗിക്കുന്ന പാസ്പോർട്ട് ഒരു പൗരത്വ രേഖ ആയതുകൊണ്ടാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് വിസ ഇല്ലാതെ നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരായ മാതാപിതാക്കൾ കുട്ടി ജനിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസി അവർക്ക് പാസ്പോർട്ട് നൽകുകയും ആ പാസ്പോർട്ടാണ് ആ കുട്ടിയുടെ ഒരു ഔദ്യോഗികമായ ആദ്യത്തെ രേഖയും കണക്കാക്കുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ സർക്കാർ അറിയിക്കുന്ന ഒരു കാര്യമാണ് പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആധാർ കാർഡിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, അതിലെല്ലാ ആധാർ കാർഡിലും അവർ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് ആധാർ കാർഡ് ഒരു പൗരത്വ രേഖയല്ല എന്നുള്ളത്. എന്നാൽ എന്താണ് ഈ പൗരത്വ രേഖ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നിയമം അനുസരിച്ച് ഈ ഒരു രേഖ പൗരത്വ രേഖയാണെന്ന് ഇതുവരെയും ഔദ്യോഗികമായി എവിടെയും അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. രേഖ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെറിയ കുട്ടിയിൽ നിന്ന് തുടങ്ങാം. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തുള്ള രേഖയാണ് ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുന്നൊരു കാര്യമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് അത് കറക്റ്റായി തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏകദേശം ഇപ്പോൾ 10-30 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കെല്ലാം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരിൽ ഇപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ജനിക്കുന്ന സ്ഥലം നമ്മുടെ പൗരത്വ രേഖയായി തന്നെ കണക്കാക്കുന്ന രേഖയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയറാക്കി വെക്കുക. അതിൽ നമ്മുടെ പേര്, ചെറിയ കുട്ടികളാണെങ്കിൽ അതിൻ്റെ പേരിൻ്റെ കൂടെ സർനെയിം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം സ്കൂൾ ജീവിതം കഴിഞ്ഞ ശേഷമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ SLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരുകളാണ്. നമ്മുടെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളുടെ പേരുള്ളത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും പേരുണ്ടായിരിക്കേണ്ടത്. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുടെയും നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ ചിലപ്പോൾ സർനെയിം ഉണ്ടാവാറില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. KSMART ആപ്ലിക്കേഷൻ വഴിയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ആ വാട്സപ്പുമായി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. നമ്മൾ 24 hours ഇത് നമ്മൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ താഴെ ഒന്ന് മെസ്സഞ്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തരുന്നതാണ്. ഇനി നമ്മൾ സ്കൂൾ ചേർക്കുന്ന സമയത്ത്, ഒരു കുട്ടിയെ സ്കൂൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇത് കറക്റ്റായി തന്നെ മനസ്സിലാക്കി സ്കൂൾ ചേർക്കുന്ന സമയത്തെ രേഖകളായിരിക്കും പിന്നീട് ആ കുട്ടി പഠിക്കുന്ന SLC ബുക്ക് മുതൽ അങ്ങോട്ടുള്ള എല്ലാ രേഖയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുട്ടിയെ സ്കൂൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായി തന്നെ എല്ലാ രേഖകളും റെഡിയാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് നമ്മുടെ രേഖകളെല്ലാം ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യുക. അതിൽ നമ്മുടെ പേര്, മാതാപിതാക്കളുടെ പേര്, നമ്മുടെ സർനെയിം അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
ഇവ രണ്ടും നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റും നമുക്ക് പിന്നീട് ഒരു പൗരത്വ രേഖയും അതുപോലെ തന്നെ അങ്ങനെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാലും സർക്കാർ അതൊരു പൗരത്വ രേഖയാണെന്ന് ഇതുവരെയും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നമ്മൾ നാട്ടിൽ ജനിച്ച കാര്യം നമുക്ക് അംഗീകരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പഠിച്ചു വളർന്ന കാര്യം നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രേഖയാണ്. പിന്നീട് അങ്ങോട്ട് പല കാര്യങ്ങൾക്കും ഈ രണ്ട് രേഖകൾ നമുക്ക് അത്യാവശ്യവുമാണ്. അതുപോലെ തന്നെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അത് വലിയ രൂപത്തിലുള്ള നമ്മുടെ പൗരത്വത്തിന് തെളിയിക്കുന്ന രേഖയായിരിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ആധാർ കാർഡിൽ അത് പൗരത്വ രേഖയല്ലാന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്ന ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ സർക്കാർ അത് തന്നെ വ്യക്തമായി തന്നെ എഴുതുന്നുണ്ട്, ആധാർ കാർഡ് പൗരത്വ രേഖയല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് നമുക്കൊരു പൗരത്വ രേഖയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആധാർ കാർഡ് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നമ്മുടെ തിരിച്ചറിയാനുള്ള രേഖയും അതുപോലെ തന്നെ നമ്മുടെ താമസ സ്ഥലം തെളിയിക്കുന്ന രേഖയുമായി മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പല കാര്യങ്ങൾക്കും നമ്മുടെ തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങാതിരിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ താമസം ഇന്ന സ്ഥലത്താണ് തെളിയിക്കുന്ന രേഖ മാത്രമായിട്ടാണ് ഇപ്പോൾ ആധാർ കാർഡ് ഉള്ളത്. മറ്റൊരു കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് റേഷൻ കാർഡ്. നമുക്കറിയാം, റേഷൻ കാർഡ് നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതൊരു ഔദ്യോഗിക രേഖയെ ഇതുവരെ ആരും കണക്കാക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ പല കാര്യങ്ങൾക്കും അത് ഔദ്യോഗിക രേഖയെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിലെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം, ഇനി പുതിയ നിയമങ്ങൾ വരാൻ പോവുകയാണ്. ഇന്ത്യയിൽ എവിടെ നിന്നും നമുക്ക് റേഷൻ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന രൂപത്തിൽ ഒരൊറ്റ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയായിരിക്കും ഇനി റേഷൻ കാർഡുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് വളരെ വൃത്തിയായി തന്നെ ശ്രദ്ധിക്കുക, അതിലെ പേരുകളും തെറ്റുകളും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം ഓരോ രേഖയ്ക്കും ഓരോ പർപ്പസാണ് ഇവിടെയുള്ളത്. നമ്മുടെ താമസം തെളിയിക്കുന്ന രേഖ, അതുപോലെ തന്നെ നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ, ഇങ്ങനെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട്, എല്ലാ രാജ്യങ്ങളിലും അവരുടെ പൗരത്വ രേഖയെ കണക്കാക്കുന്ന രേഖയാണ് പാസ്പോർട്ട്. ഏതൊരു രാജ്യത്ത് പോയി തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരുന്ന സമയത്തും ആ രാജ്യത്തിന് വിസ ഇല്ലാതെ നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്ന രേഖയാണ് നമ്മുടെ പാസ്പോർട്ട്. ഇത്രയും കാലം അത് ഒരു ഔദ്യോഗിക രേഖ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ പ്രത്യേകം പറയുന്നുണ്ട്, പാസ്പോർട്ട് അതൊരു പൗരത്വ രേഖയല്ല, അത് യാത്ര ചെയ്യാനുള്ള രേഖ മാത്രമാണെന്നുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് പാർട്ടികളും മറ്റ് ജനങ്ങളും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വരുന്നതിന് നമുക്ക് അത് കാത്തിരിക്കാം. നമ്മുടെ രേഖാസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളുമായി വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ SLC ബുക്ക്, അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. വിദേശത്തുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റാളുകൾക്കെല്ലാം നമ്മൾ ഓൺലൈൻ വഴി സേവനങ്ങൾ ചെയ്ത് നൽകുന്നതുമാണ്. ഏകദേശം 15 വർഷത്തോളമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് അത് എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ താഴെ കാണുന്ന മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ